വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനിടയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില വർത്താനമൊക്കെ ഉണ്ടാവും. പക്ഷെ ആയുധമെടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്? SFIയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സഖാവ് വൈഷ്ണവ്. ആ വൈഷ്ണവിന്റെ തലക്ക് 6 സ്റ്റിച്ചാണ്. ആയുധമെടുത്തിട്ട് ആക്രമിച്ചിട്ടാണ് സ്റ്റിച്ച് വന്നത്. ആയുധമെടുത്ത് ആക്രമിച്ചിട്ടുള്ള സ്റ്റിച്ച് ആര് ചെയ്തതാ? അത് MSFന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരല്ലേ ആ അക്രമം നടത്തിയത്. എന്നിട്ട് അക്രമം നടത്തുന്നത് KSU ആണ്, SFI ആണ് എന്നാണോ ആക്ഷേപം? അവിടെ നിങ്ങൾ നേരെ അക്രമം നടത്തിയില്ലേ? നിങ്ങൾ എന്താ അതിനെക്കുറിച്ച് ചോദിക്കാതിരുന്നത്? ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എത്ര 37-40 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് SFI ജയിച്ചത്. അത്രയധികം കൗൺസിലർ കൂടുതലായിട്ട് വോട്ട് ചെയ്തിട്ട് SFI ജയിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ SFI എന്തിനാ സംഘർഷം ഉണ്ടാക്കുന്നത്? SFI പ്രവർത്തകർ നിങ്ങൾ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വരികയാണെന്ന് മനസ്സിലായപ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിന്റെ മുമ്പിൽ ഒരു കള്ളക്കഥയുണ്ടാക്കി, തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കള്ളക്കഥയുണ്ടാക്കി. എന്തോ 2 ജില്ലാ എക്സിക്യൂട്ടീവ് ജയിച്ചു, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ MSF എന്തോ ഒരു വലിയ സംഭവം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. 37-40 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് SFI കണ്ണൂർ യൂണിവേഴ്സിറ്റി ജയിച്ചത്. ജില്ലാ എക്സിക്യൂട്ടീവ് 1 ടോസിൽ കിട്ടിയിട്ടുണ്ട്, മറ്റൊന്ന് 1 വോട്ടിന് ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിയാ? എങ്ങനെ ജയിച്ചതാ? ഇപ്പോ തെരഞ്ഞെടുപ്പ് നടന്ന കോളേജുകളിൽ, അത് കാസർഗോഡ് ജില്ലയായാലും ശരി, വയനാട് ജില്ലയായാലും ശരി, തെരഞ്ഞെടുപ്പ് നടന്ന കോളേജുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ വെച്ചുകൊണ്ട് വോട്ട് ചെയ്താൽ MSFനോ KSUവിനോ മത്സരിക്കാൻ വേണ്ടി പോലും ഒരാളെ കിട്ടൂല. പിന്നല്ലേ ജയിക്കല്? പലയിടങ്ങളിൽ നിന്നും ചില പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വ്യാജ വോട്ട് വ്യാപകമായി ചേർത്തുകൊണ്ടിരിക്കുക. ഞാൻ വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് പറയുന്നത്. ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പരിയാരം പഞ്ചായത്ത്, അവിടെയുള്ള 9ാം വാർഡിന്റെ പേര് തലോറ. അവിടെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ വോട്ടർമാരായിട്ടുള്ള 600-ലേറെ പേരെയാണ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തത്. മുനിസിപ്പാലിറ്റിയിലെ വോട്ടറാ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സംഘർഷം ഉണ്ടായി. CPMന്റെ ജില്ലാ സെക്രട്ടറി അവിടെ പോയിട്ടാണ് സംഘർഷം ഉണ്ടാക്കിയത്. നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? എനിക്കൊരു വിഷമം തോന്നിയത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചോദ്യം ചോദിക്കാമായിരുന്നല്ലോ അദ്ദേഹത്തോട്. ഞാൻ അവിടെ വന്ന് സംഘർഷം ഉണ്ടാക്കി. ഞാനിവിടെ ഓഫീസിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ TV-യിൽ വാർത്ത കാണുന്നു, SFI പ്രവർത്തകരെ മർദ്ദിക്കുന്നു, മുസ്ലിം ലീഗ് മർദ്ദിക്കുന്നു, അതിൻ്റെ കൂടെ പോലീസും മർദ്ദിക്കുന്നു. ആ കാര്യം കണ്ടിട്ടാണല്ലോ ഞാൻ അവിടെ എത്തുന്നത്. എത്തിയിട്ട് ഞാൻ SFI പ്രവർത്തകരെ മറ്റാരോടും ഒന്നും പറഞ്ഞില്ല. SFI പ്രവർത്തകരോട് ആ പരിസരത്ത് നിൽക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിക്കോ. കൂട്ടത്തിൽ പോലീസിനോടും പറഞ്ഞു, വോട്ട് ചെയ്യുന്നവരല്ലാതെ മറ്റുള്ളവരവിടെ നിൽക്കുന്നത് ശരിയല്ല, അവരെ അവിടുന്ന് മാറ്റണം. ഇതല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതിനല്ലേ അദ്ദേഹം പറയുന്നത് ഞാൻ അവിടെ പോയിട്ട് സംഘർഷം ഉണ്ടാക്കിയത്. പക്ഷെ യഥാർത്ഥത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള കാര്യം എന്താ? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏറ്റവും ആദ്യം ആക്ഷേപം ഉയർത്തിയത്, സംഘർഷത്തിന്റെ തുടക്കം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകര് പോലീസിൽ പറഞ്ഞ പരാതി, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ബഹളാണ്. എന്തായിരുന്നു പരാതി? MSFന്റെ കൗൺസിലറെ SFIക്കാർ തട്ടിക്കൊണ്ടുപോയി. എന്തേ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ ആ തട്ടിക്കൊണ്ടുപോയതിന്റെ കഥ ഇപ്പൊ പറയാത്തത്? തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സംഘർഷത്തിന് തുടക്കമിട്ടത്. ആ പേര് പറഞ്ഞിട്ടാണല്ലോ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാതെ SFIക്കാർക്കെതിരായിട്ട് അക്രമം നടത്തിയത്. അതല്ലേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായത്? സംഘർഷത്തിന് തുടക്കത്തല്ലേ? എന്തേ ആ തട്ടിക്കൊണ്ടുപോയതിന്റെ കഥ ഇപ്പൊ പറയുന്നില്ല?
ഈ തട്ടിക്കൊണ്ടുപോയതിന്റെ കഥയൊക്കെ പറയുന്നതിനിടയിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന വോട്ടർ മംഗലാപുരത്ത് നിന്ന് ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കുകയാണ് ഇവിടെ പത്രക്കാർക്ക്. നിങ്ങൾ കണ്ടില്ലേ? അത് മംഗലാപുരത്ത് നിന്ന് അയച്ചു കൊടുക്കുന്നത്. എന്നെ ആരും തട്ടിക്കൊണ്ടുപോയില്ല, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ പക്ഷേ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അതിന് വേറെ കാരണം. ആ വീഡിയോ ക്ലിപ്പ് വേണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. അയാൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് പരാതി. പക്ഷേ ആ പരാതി കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങ് ആവിയായി പോകുന്നു. അതിന്റെ മേലെയാണ് സംഘർഷം തുടങ്ങിയത്. എന്താ കാര്യം? യഥാർത്ഥത്തില് ആ വോട്ടറുടെ പേരില് കള്ളവോട്ട് ചെയ്യാൻ പലതവണ പരിശ്രമിച്ചു. ഈ യഥാർത്ഥ വോട്ടർ നാട്ടിലില്ല എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അയാൾ വോട്ട് ചെയ്യുന്നില്ല എന്നും അറിയാം. പക്ഷെ അയാളെ പേരിൽ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി പലതവണ പരിശ്രമിച്ചു. അങ്ങനെ പരിശ്രമിച്ചപ്പോ SFIക്കാർ ചോദ്യം ചെയ്തു. ഇതൊക്കെ ഞങ്ങൾ പിന്നീടാ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇതായിരുന്നു യാഥാർത്ഥ്യം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യം. കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിന്റെ മേലെയാണ് സംഘർഷം ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ എത്ര വലിയ കുറ്റ, ഗൗരവമുള്ള കുറ്റമല്ലേ? എന്തേ കേസ് കൊടുക്കാത്തെ? തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് എന്താ കേസ് കൊടുക്കാത്തെ? ആ കേസില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് എന്തുകൊണ്ടാ പോലീസിൽ പറഞ്ഞേ? പറയണല്ലോ. അവിടെ ഇല്ലേ തുടക്കം. ഞാൻ ചോദിക്കട്ടെ, അവിടെ സംഘർഷം ഉണ്ടായപ്പോ ആരാണ് ആയുധമെടുത്ത് ആക്രമിച്ചത്? ക്യാമ്പസിലെ കുട്ടികൾ വരുമ്പോൾ ആയുധം എടുത്തിട്ടാണ് വരിക. ചിലപ്പോൾ ഞങ്ങളൊക്കെ SFIയിൽ വിദ്യാർത്ഥി പ്രവർത്തകരൊക്കെയായി മാറി വന്നവരാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഇടയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വർത്താനമൊക്കെ ഉണ്ടാവും. പക്ഷെ ആയുധമെടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്? SFIയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സഖാവ് വൈഷ്ണവ്. ആ വൈഷ്ണവിന്റെ തലക്ക് 6 സ്റ്റിച്ചാണ്. ആയുധമെടുത്തിട്ട് ആക്രമിച്ചിട്ടാണ് സ്റ്റിച്ച് വന്നത്. ആയുധമെടുത്ത് ആക്രമിച്ചിട്ടുള്ള സ്റ്റിച്ച് ആര് ചെയ്തതാ? അത് MSFന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരല്ലേ ആ അക്രമം നടത്തിയത്. എന്നിട്ട് അക്രമം നടത്തുന്നത് KSU ആണ്, SFI ആണ് എന്നാണോ ആക്ഷേപം? അവിടെ നിങ്ങൾ നേരെ അക്രമം നടത്തിയില്ലേ? നിങ്ങൾ എന്താ അതിനെക്കുറിച്ച് ചോദിക്കാതിരുന്നത്? അവിടെ നാട്ടുകാർ ബൈക്കിന്റെ മേലെ വെച്ചിട്ടുള്ള ഹെൽമെറ്റ് എടുത്തിട്ട് അക്രമം നടത്തിയത് ആരാ നടത്തി? MSF മുസ്ലിം ലീഗും അല്ലേ, യൂത്ത് ലീഗും അല്ലേ? അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ടാക്കുക. ആ കള്ളവോട്ട് നടപ്പിലാക്കാൻ വേണ്ടി വോട്ടറെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന കഥ പ്രചരിപ്പിക്കുക. ആ കഥയുടെ മറവിൽ സംഘർഷം ഉണ്ടാക്കുക. സംഘർഷത്തിന്റെ മറവിൽ കള്ളവോട്ട് ചെയ്യുക. ഇതായിരുന്നില്ലേ നിങ്ങളുടെ പദ്ധതി? അതിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പില് എത്ര 37-40 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് SFI ജയിച്ചത്. അത്രയധികം കൗൺസിലർ കൂടുതലായിട്ട് വോട്ട് ചെയ്തിട്ട് SFI ജയിച്ചത്. ആ തെരഞ്ഞെടുപ്പില് SFI എന്തിനാ സംഘർഷം ഉണ്ടാക്കുന്നത്? SFI പ്രവർത്തകർ നിങ്ങൾ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വരികയാണെന്ന് മനസ്സിലായപ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിന്റെ മുമ്പിൽ ഒരു കള്ളക്കഥയുണ്ടാക്കി, തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കള്ളക്കഥയുണ്ടാക്കി. അത് പോലീസിനെ കൊണ്ട് വിശ്വസിപ്പിച്ചു. എന്നിട്ട് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. SFIക്കാർക്കെതിരായിട്ട് നിങ്ങൾ ഏകപക്ഷീയമായ അക്രമം നടത്തിയിട്ടുണ്ട്. അതല്ലേ സംഭവിച്ചത്? അവിടെ യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നപ്പോൾ ഞങ്ങളൊക്കെ ധരിച്ചത് ഇത് ഒറ്റപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് MSFകാർ കാട്ടിക്കൂട്ടിയ കുറച്ച് കാര്യങ്ങളാണെന്നാണ് ധരിച്ചത്. പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇതൊക്കെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ്. വളരെ കൃത്യമാണ്. ഞാൻ ഉത്തരവാദിത്തോടെയാണ് പറയുന്നത്. അതിന് കുറെ കാരണങ്ങളുണ്ട് വിശ്വസിക്കാൻ.
ഇപ്പോ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊന്നും കൂടി പറയും. എന്തോ 2 ജില്ലാ എക്സിക്യൂട്ടീവ് ജയിച്ചു, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ MSF എന്തോ ഒരു വലിയ സംഭവം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നത് കിട്ടും. 37-40ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് SFI കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജയിച്ചത്. ജില്ലാ എക്സിക്യൂട്ടീവ് ഒന്ന് ടോസിൽ കിട്ടിയിട്ടുണ്ട്, മറ്റൊന്ന് ഒരു വോട്ടിന് ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിയാ? എങ്ങനെ ജയിച്ചതാ? ഇപ്പോ തെരഞ്ഞെടുപ്പ് നടന്ന കോളേജുകളിൽ, അത് കാസർഗോഡ് ജില്ലയായാലും ശരി, വയനാട് ജില്ലയായാലും ശരി, തെരഞ്ഞെടുപ്പ് നടന്ന കോളേജുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ വെച്ചുകൊണ്ട് വോട്ട് ചെയ്താൽ MSFനോ KSUവിനോ മത്സരിക്കാൻ വേണ്ടി പോലും ഒരാളെ കിട്ടൂല, പിന്നല്ലേ ജയിക്കല്. എങ്ങനെയാ ചിലയിടങ്ങളിൽ ഇപ്പോൾ MSF ജയിച്ചു വരുന്നത്? ചില കോളേജുകളുണ്ട്, അൺഎയ്ഡഡ് കോളേജുകളാണ്, 100, 150, 50 കുട്ടികളെ ഉണ്ടാവും, പക്ഷെ ഒരു കൗൺസിലർ കിട്ടും. ഈ മിക്കവാറും കോളേജുകളിൽ തെരഞ്ഞെടുപ്പില്ല. ലീഗിന്റെ നിയന്ത്രണത്തിലാണ് പല മാനേജ്മെന്റും. അപ്പൊ മാനേജ്മെന്റിന്റെ സഹായത്തോടുകൂടി, ഒത്താശയോടുകൂടി മുസ്ലിം ലീഗിന്റെ അനുഭാവികളായിട്ടുള്ള, യൂത്ത് ലീഗിന്റെ അനുഭാവികളായിട്ടുള്ള, MSFന്റെ അനുഭാവികളായിട്ടുള്ള ചിലരെ കൗൺസിലറാക്കും. തെരഞ്ഞെടുപ്പില്ല ചുളുവിന്. അങ്ങനെ കൗൺസിലറായ ആളുകൾ ഈ വന്നിട്ട് വോട്ട് ചെയ്യും. അങ്ങനെയാ പലയിടത്തും ജയിക്കുന്നേ. നിങ്ങൾ നോക്കി, ഇതൊരു അനോമലിയാണ് യഥാർത്ഥത്തിൽ. 50 കുട്ടിയുള്ള ഒരു കോളേജിൽ ഒരു കൗൺസിലർ. ബ്രണ്ണൻ കോളേജിൽ എനിക്ക് തോന്നുന്നത് 2000-ലധികം കുട്ടികളുണ്ട്, 3000-ഓളം കുട്ടികളുണ്ട്. 3000-ഓളം കുട്ടികളുള്ള ബ്രണ്ണൻ കോളേജിൽ 3 കൗൺസിലർ. 50 കുട്ടിയുള്ള ഒരു കോളേജിൽ ഒരു കൗൺസിലർ. എല്ലാം ഒരേപോലെയാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പരിശോധിച്ചോ, കാസർഗോഡ് ജില്ലയിൽ നിന്ന് എങ്ങനെ എത്ര ആൾ വന്നിട്ടുണ്ട്? അങ്ങനെയുള്ളവരുടെ പിന്തുണയോടെ ജയം. അത് ജനാധിപത്യത്തിൽ വലിയ രാഷ്ട്രീയമായിട്ടുള്ള വിജയമല്ല. ചില കോളേജുകളിൽ മാനേജ്മെന്റിനെ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പൊന്നും ഇല്ലാതെ ചിലരെ നിങ്ങൾക്ക് കൗൺസിലറായിട്ട് തെരഞ്ഞെടുപ്പ് ആക്കാൻ വേണ്ടി കഴിഞ്ഞു. അവരെ വെച്ചുകൊണ്ട, അതുകൊണ്ട് മേനി നടിക്കൊന്നും വേണ്ട. തെരഞ്ഞെടുപ്പ് നടന്ന കോളേജുകൾ നോക്കിക്കോ. എന്നിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 40-ഓളം വ്യത്യസ്ത മണ്ഡലങ്ങളിൽ 40-ഓളം സീറ്റുകളിലാണ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് SFI ജയിച്ചത്. അതുകൊണ്ട് അത് പറഞ്ഞ് മേനി നടിക്കേണ്ടതെന്ന് ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വ്യാജ വോട്ട്, കള്ള വോട്ട് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം അത് സ്വാഭാവികമായി വന്നതല്ല, ബോധപൂർവം ഉണ്ടായിട്ടുള്ളതാണ്. എന്താ കാരണം എന്നറിയാം? ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കും. UDF, മുസ്ലിം ലീഗും കോൺഗ്രസും പ്രധാനമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന മുസ്ലിം ലീഗ് തന്നെയാണ്. പലയിടങ്ങളിൽ നിന്നും ചില പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വ്യാജ വോട്ട് വ്യാപകമായി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് പറയുന്നത്. ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പരിയാരം പഞ്ചായത്ത്, അവിടെയുള്ള 9-ാം വാർഡിന്റെ പേര് തലോറ. അവിടെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ വോട്ടർമാരായിട്ടുള്ള 600-ലേറെ പേരെയാണ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തത്. മുനിസിപ്പാലിറ്റിയിലെ വോട്ടറാണ്. പക്ഷേ ആ വോട്ടറായിട്ടുള്ള ഒരാള് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വളഞ്ഞ ബന്ധമുള്ള ഒരു വീട് അവിടെ ഉണ്ടാവും. വീടില്ലെങ്കിൽ ആളില്ലാത്ത വീട്ടിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ, പരിചയക്കാരന്റെ വീട്ടിൽ, അങ്ങനെയൊക്കെ വോട്ട് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുക. ഒരു വാർഡിൽ 600-ഓളം അപേക്ഷ. പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കുറെ ആളുകളെ പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ് വോട്ടർമാരായിട്ട്. അങ്ങനെ പരിയാരം പഞ്ചായത്തിൽ മാത്രം 3000-ഓളം വ്യാജ വോട്ടർമാരുടെ അപേക്ഷയാണ് നൽകിയിട്ടുള്ളത്. വ്യാജ വോട്ടിനെ സംബന്ധിച്ച് നാട്ടിലായ ചർച്ച നടക്കുകയാണ്. ആ സമയത്താണ് ആവേശത്തോടെ മുസ്ലിം ലീഗ് തളിപ്പറമ്പ്
മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള വോട്ടർമാരെ പരിയാരം പഞ്ചായത്തിലേക്ക് 3000-ഓളം അപേക്ഷകൾ നൽകി കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഒറ്റപ്പെട്ടതാണ്? അല്ല, നാറാത്ത് പഞ്ചായത്തിൽ സമാനമായി അപേക്ഷ നൽകിയിട്ടുണ്ട്. 1000-ലേറെ വോട്ടർമാരെയാണ് നാറാത്ത് പഞ്ചായത്തിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ളത്. അതില് ആളില്ലാത്ത വീട്ടിൽ, അതിന്റെ തെളിവുൾപ്പെടെ ഞാൻ വേണമെന്ന് തരാം, ആളില്ലാത്ത വീട്ടിലാണ് 9 വോട്ട് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആളില്ലാത്ത വീട്ടിൽ. കണ്ണൂർ കോർപ്പറേഷനിലെ പല വാർഡുകളിൽ ഇമാതിരി ഏർപ്പാട് നടത്തിയിട്ടുണ്ട്. കോർപ്പറേഷനിലാണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഞാൻ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമാണ്, സാധാരണ നിലയിൽ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഹിയറിംഗ് നടത്തണം. വോട്ടറെ സംബന്ധിച്ച് ഹിയറിംഗ് പോലും നടത്താതെ, ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഹിയറിംഗ് പോലും നടത്താതെ ചിലരെ കൂട്ടിച്ചേർത്തു എന്നാണ് വന്നിട്ടുള്ള വിവരം. ഇങ്ങനെ ഇപ്പൊ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി, അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വ്യാജ വോട്ട് ചേർക്കാൻ വേണ്ടി വ്യാപകമായി അപേക്ഷ നൽകുക, മറുഭാഗത്ത് CPM-ന്റെ വോട്ട് തള്ളിക്കാൻ വേണ്ടിയിട്ട് വ്യാജ അപേക്ഷ നൽകുക. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടില്ലേ, അവിടെയുള്ള കോൺഗ്രസിന്റെ ബ്ലോക്ക് നേതാവ്, INTUC-യുടെ സംസ്ഥാന നേതാവ്, ജീവനോടെയുള്ള ഒരാളെ, ഒരു വോട്ടറെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപേക്ഷ കൊടുത്തത്. ചെറുപുഴ പഞ്ചായത്തിൽ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ, ലോക്കൽ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും നാട്ടിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു അപേക്ഷ. ഇങ്ങനെ CPM-ന്റെ വോട്ട് വ്യാജ അപേക്ഷ നൽകി തള്ളിക്കാൻ വേണ്ടിയുള്ള ശ്രമം വ്യാപകമായി നടത്തുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് മുസ്ലിം ലീഗിന്റെ വോട്ടർമാരെ, കോൺഗ്രസിന്റെ വോട്ടർമാരെ, വ്യാജ വോട്ടർമാരെ വ്യാജ അപേക്ഷ നൽകി വ്യാജ വോട്ട് ചേർക്കാനുള്ള ശ്രമം നടത്തുന്നു. പലയിടങ്ങളിൽ ചേർത്ത് കഴിഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള കള്ളവോട്ട് ശ്രമം ലീഗിന്റെ നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്നതിന് ഇതിലപ്പുറം തെളിവ് കുറവാണോ? ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒറ്റപ്പെട്ട വിധത്തിൽ നടന്നാണെങ്കിൽ അവിടെ ആലോചിച്ചിട്ടാണെന്ന് മനസ്സിലാക്കാം. ഇത് വ്യാപകമായിട്ടുണ്ട്. അതിന്റെ അർത്ഥം ജില്ലാതലത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ വ്യാജ വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ സംബന്ധിച്ച് ജില്ലാ കലക്ടർക്ക് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഈ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടത്തണം. അതിൽ വ്യാജ വോട്ടർമാരെ സംബന്ധിച്ചുള്ള മുഴുവൻ ആളുകളുടെയും പേരും അവരെ ചേർക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള വിശദാംശങ്ങളും എല്ലാം സഹിതമാണ് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർക്ക് ഞാൻ പരാതി നൽകിയിട്ടുള്ളത്. അതിന്റെ മേലെ അന്വേഷണം വേണം. അപ്പോൾ ഒരു ഭാഗത്ത് വ്യാജ വോട്ട് ചേർക്കുക, കള്ളവോട്ട് ചേർക്കുക, യഥാർത്ഥ വോട്ടർമാരെ തള്ളിപ്പിക്കാനുള്ള ശ്രമം നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനെതിരായി നല്ല ജാഗ്രത ഉണ്ടാവണമെന്ന് കൂടി ഞാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. ഇതുകൊണ്ടോ ഇല്ല, ഇത് ഈ കണ്ണൂർ കുത്തിയാണ് മരണം ഉണ്ടായത് എന്ന് പറയുന്നത്, അവർ പറയുന്നത് നിങ്ങൾ ആശുപത്രിയിൽ അന്വേഷിക്കൂ എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെയല്ലേ നടത്തുന്നത്? ആശുപത്രിയിൽ പോയി അന്വേഷിച്ചാൽ മനസ്സിലാവുന്നൊക്കെയാണ് പറയുന്നത്. അതെ, അത് അദ്ദേഹം തന്നെ അല്ല പറഞ്ഞല്ലോ, പരിയാരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. പക്ഷെ അദ്ദേഹം മരണപ്പെടുന്നത് AKG ആശുപത്രിയില്ല. ഇതിൽ പ്രശ്നം എന്താ? ഇങ്ങനെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു 13 വർഷക്കാലം ഇപ്പോഴും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എന്താ, ഒരു അക്രമത്തിന് വിധേയപ്പെട്ട ഒരാള് ഇപ്പൊ പുഷ്പം മരണപ്പെട്ട അണുബാധയേറ്റിട്ടാണ് മരണപ്പെട്ടത് ഏറ്റവും അവസാനം, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അണുബാധയേറ്റിട്ടാണ് പുഷ്പം മരിച്ചത്. ഒരു മനുഷ്യനെ ആക്രമിച്ച് ജീവച്ഛവമാക്കിയിട്ട് ബെഡ് റിഡനായിട്ട് 13 വർഷം ഇങ്ങനെ കിടക്കുകയാണ്. അതിനിടയിൽ വ്യത്യസ്ത പ്രശ്നങ്ങൾ ആ മനുഷ്യൻ നേരിട്ടിട്ടുണ്ടാവും. ഈ ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ എത്തിച്ചത് ആരാ?
എന്നിട്ടും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി എത്ര നികൃഷ്ടമായ പ്രചരണമാണ് നടത്തുന്നത്. എന്തിനു വേണ്ടി ഈ പ്രചരണം? ഇങ്ങനെ ഒരു പുകമുറ സൃഷ്ടിക്കുക. ഞങ്ങളല്ല ഉത്തരവാദി. എന്നാ കടന്നലാണ് മോഹന്റെ തലയൊട്ടി തകർത്തത് അല്ലേ? പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ? ആ പ്രചരണം നടത്തിയ ഉദ്ദേശം അതല്ലേ? ഞാൻ ഒന്നുകൂടി പറയുകയാണ്, അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് സഖാവ് മോഹന്റെ കുടുംബത്തോട് മാപ്പ് പറയണം. അതിന് അദ്ദേഹം തയ്യാറാവണം. അല്പമെങ്കിലും മനസ്സിൽ മാനവികതയുടെ അംശം ബാക്കി കിടപ്പുണ്ടെങ്കിൽ. രാകേഷ് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം കണ്ണൂരിൽ വ്യാപകമായ അക്രമത്തിന് ശ്രമം നടത്തുകയാണ് എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടായി. നേരത്തെയുള്ള സമാധാന അന്തരീക്ഷം തകർക്കാനാണ് രാകേഷ് ശ്രമിക്കുന്നത് എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താണ് അവിടെ ചെയ്തതെന്ന് നിങ്ങളെല്ലാവരും കണ്ടതല്ലോ. അതിലെന്താ പ്രശ്നം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജില്ലാ സെക്രട്ടറി ആരാണ് ഏതാണ് എന്നുള്ളതല്ല പ്രശ്നം. കള്ളവോട്ട് ചേർക്കാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് കള്ളവോട്ടാണെന്ന് CPM-ന്റെ പ്രവർത്തകർ പറയും. കള്ളവോട്ടുമായിട്ട് വന്നിട്ട് വേറൊരാളുടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ SFI പ്രവർത്തകർ അത് കള്ളവോട്ടാണെന്ന് പറഞ്ഞ് അത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നത് കുറ്റമാണെന്ന് KK രാഗേഷ് പറയില്ല. അത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ആരായാലും അത് പറയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനവിടെ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ സംഘർഷം ഉണ്ടായതുകൊണ്ടല്ലേ. സംഘർഷം തടയാനല്ലേ ഞാൻ ശ്രമിച്ചുള്ളൂ. പക്ഷെ അവിടെ സംഘർഷം ഉണ്ടാവാനുള്ള കാരണം എന്താ? വേറൊരാളുടെ വോട്ടുമായിട്ട് ഒന്നിലേറെ പേർ, ഒരാളല്ല ഒന്നിലേറെ പേർ ആ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു. SFI-ക്കാർ പറഞ്ഞു ഇതല്ല വോട്ടർ. കാരണം SFI-ക്കാർക്ക് നന്നായിട്ട് അറിയാം ആ വോട്ടർ കേരളത്തിലില്ല. കാരണം അവരുടെ സഹപാഠികൾ SFI പ്രവർത്തകരാണ്. അവർ SFI-ക്കാർക്ക് വിവരം കൊടുത്തിട്ടുണ്ട്. ഇന്നയാൾ നാട്ടിലില്ല, ആ വോട്ട് കള്ളവോട്ട്, ചിലപ്പം അവിടുന്ന് കാർഡ് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കള്ളവോട്ട് വരെ ചെയ്യാൻ അടിയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള വിവരം SFI-ക്കാർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരേ വോട്ട് ഒന്നിലേറെ ആളുകൾ ശ്രമിച്ചപ്പോഴൊക്കെ SFI-ക്കാർ തടയാൻ കാരണം അതാണല്ലോ. നിങ്ങളെ മുന്നിൽ കണ്ടതല്ലേ. അപ്പോൾ ആ കള്ളവോട്ട് ചെയ്യാനുള്ള, വ്യാജ വോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് സംഘർഷത്തിനിടയാക്കിയിട്ടുള്ളത്. തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു നുണപ്രചരണം നടത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയിട്ടുള്ളത്. തട്ടിക്കൊണ്ടുപോയി ആരെങ്കിലും? എന്താ മുസ്ലിം ലീഗ് പരാതി കൊടുക്കാത്ത? തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പരാതി എന്താ ഇല്ലാത്ത? നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഗുരുതരമായ കുറ്റ, എന്തേ പരാതി ഇല്ലാത്ത? അപ്പോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി അതിന്റെ മറവിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് കോടതി ഉത്തരവ് കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഉത്തരവിന്റെ മറവിൽ കള്ളവോട്ട് പോലീസിന്റെ സഹായത്തോടും കൂടി കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്നുള്ള പരീക്ഷണമായിരുന്നു. അതാണ് ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് സംഘർഷം ഉണ്ടാക്കിയത്. അപ്പൊ സംഘർഷം ഉണ്ടാക്കിയത് വളരെ ആസൂത്രിതമാണ്. കള്ളവോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംഘർഷം ഉണ്ടാക്കിയത്. ആയുധമെടുത്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ വന്നത് MSF-കാരാണ്. ആ ആയുധം ഉപയോഗിച്ച് പരിക്ക് പറ്റിയ ഒറ്റ ഒരാളേ ഉള്ളൂ. അത് SFI പ്രവർത്തകനായിട്ടുള്ള വൈഷ്ണവാണ്. ഇതിൽ നിന്നൊക്കെ ആരാ സംഘർഷം ഉണ്ടാക്കുന്നത്? KK രാഗേഷ്. കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. അല്ല, ഞാനത് ആദ്യമേ തന്നെ പറഞ്ഞു. CPM-ന്റെ പ്രവർത്തകരും ബന്ധുക്കളും അനുഭാവികളുമായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ പ്രശ്നത്തിന്റെ പേരിൽ യാതൊരു സംഘർഷവും ഉണ്ടാക്കാൻ പാടില്ല. 13 വർഷങ്ങൾക്ക് മുമ്പേ അരിയിൽ നടന്നിട്ടുള്ള ഒരു സംഘർഷം. ആ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് മോഹന് പരിക്ക് പറ്റിയത്. ആ പരിക്കിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ 13 വർഷത്തിന് ശേഷമാണ് സഖാവ് മോഹൻ രക്തസാക്ഷിയാകുന്നത്. എന്നാൽ ഇപ്പോഴും നാട്ടിൽ അന്തരീക്ഷം മാറിയിട്ടുണ്ട്, പഴയ അന്തരീക്ഷമല്ല. അതുകൊണ്ട് ഈ സംഭവത്തിന്റെ പേരിൽ ഒരു കാരണവശാലും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, CPM-നെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും ഒരു സംഘർഷത്തിലും ഏർപ്പെടാൻ പാടില്ല. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഈ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയിലും ഈ വധവുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായും ഇപ്പോ ഒരു മരണം സംഭവിച്ചു, ഒരു കൊലപാതകത്തിലേക്ക് അത് മാറണം. ഒപ്പം തന്നെ എന്റെ ഗൂഢാലോചന കൂടി അന്വേഷിക്കേണ്ടതല്ലേ? ഇല്ല, അത് നിയമപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. അത് സംബന്ധിച്ച് ഞാനിപ്പോൾ
പ്രതികരിക്കുന്ന ഉചിതമാണെന്ന് തോന്നുന്നില്ല. നിയമപരമായി പരിശോധിച്ച് സ്വാഭാവികമായിട്ടും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അത് ഞാൻ പരിശോധിക്കാം എന്താണ് സംഭവം എന്നുള്ളത് അന്വേഷിക്കും. എനിക്കറിയില്ല. ഈ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഒരു വ്യാജ പ്രചരണമാണ് എന്ന് പറഞ്ഞത് അതിലും ഒരു ഗൂഢാലോചന ഉണ്ടാവുമല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ ശരിക്കും? ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്കൊക്കെ പോയ ഒരു കാര്യം അത് അന്വേഷിക്കേണ്ടേ? ഇത് ആരാണ് ഇതിന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പ്രചരണത്തിന് പിന്നിലാണ് എന്താണ് സംഭവിച്ചത് എന്ന് അതും വിളിച്ചിട്ട് വരേണ്ടതല്ലേ ശരിക്കും? അല്ല, തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ്. തട്ടിക്കൊണ്ടുപോയവർ പിന്നീട് പരാതിയുമായിട്ടൊന്നും വന്നില്ല. തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ ഒരു കഥ ഉണ്ടാക്കുകയാണ്. ആ കഥ ഉണ്ടാക്കിയതാണെന്ന് നന്നായിട്ട് അറിയുന്നവരാണല്ലോ പിന്നീട് അതിനെക്കുറിച്ച് പരാതിപ്പെടാതിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ പരാതി ഉണ്ടാവുമല്ലോ. പരാതി ഉണ്ടാവുമല്ലോ. തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പോലീസ് ആദ്യം പരാതി പറയും. എന്നിട്ട് സംഘർഷമൊക്കെ ഉണ്ടാക്കി SFI പ്രവർത്തകരൊക്കെ അടിച്ച് ആശുപത്രിയിലൊക്കെ ആക്കി രംഗം കൈയടക്കിയതിന് ശേഷം അങ്ങനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയ ആള് സ്വയം തിരിച്ചെത്തി എന്ന് പറഞ്ഞിട്ട് പിന്നൊരു കഥ ഉണ്ടാക്കുക. ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ ആള് ആരാന്ന് നിങ്ങൾ കണ്ടോ? ആള് തിരിച്ചെത്തി എന്നാ ലീഗിന്റെ നേതാവ് പിന്നെ പറഞ്ഞേ. നിങ്ങൾ കണ്ടോ ആരാന്ന്? നിങ്ങൾ ചോദിക്കണം ആരോട്, നിങ്ങളെ ആരാ തട്ടിക്കൊണ്ടുപോയി? അങ്ങനെ ആരെയും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആദ്യം തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുക. തട്ടിക്കൊണ്ടുപോയ ആളെ കുറിച്ച് ആർക്കും അറിയില്ല. പിന്നെ അതേ ആള് തിരിച്ചെത്തി എന്ന് പറയുക. ഇത് രണ്ടും പറയുന്ന ഒരേ ആള്, രണ്ടും പറയുന്ന മുസ്ലിം ലീഗ്. ആരെ തട്ടിക്കൊണ്ടുപോയി, അയാളെ പിന്നെ എങ്ങനെ തിരിച്ചെത്തി, അന്വേഷിക്കട്ടെ, പരിശോധിക്കണ്ടേ? അപ്പൊ ഒരു വ്യാജ കഥ ഉണ്ടാക്കുകയാണ് ചെയ്തത്. വ്യാജ കള്ളക്കഥ ഉണ്ടാക്കുക. പോകലിൽ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ബോധപൂർവ്വ സംഘർഷം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇല്ലാ കഥ ഉണ്ടാക്കുകയാണ് ചെയ്തത്. നടപടി വേണ്ടതല്ലേ ശരിക്കും? അവിടെ ഒരു പോലീസിന്റെ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പരാതി കൊടുത്തിരുന്നു. ഇല്ല, അത് പരാതി കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന്റെ മേലെ പരിശോധന ഉണ്ടാവുമല്ലോ. അല്ല, അത് സംബന്ധിച്ച് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. അല്ല, അതില് FIR എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ മുന്നിൽ ഇന്നയാളാണ് ചെയ്തത്, എന്നൊരാൾ അടിച്ചു, എനിക്ക് തോന്നുകയാണ് ഇയാളാണ് അടിച്ചത്, അറിയും. അതാണ് FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ട് കേസുണ്ടാവും. വിശദമായ അന്വേഷണത്തിൽ മനസ്സിലാവും യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് മനസ്സിലാവും. അത് പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ പരാതി കൊടുക്കുന്നയാൾ പറയുന്നതനുസരിച്ചാണല്ലോ സ്വാഭാവികമായിട്ട് FIR ഉണ്ടാവും. അല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ കാണുന്നതോ അത് പരിശോധിച്ചാൽ മാത്രം മനസ്സിലാകുന്ന കാര്യം. അതിൽ ആ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അതും കടന്നൽ വന്നിട്ട് കുത്തിയിട്ടായതാണെന്ന് പറയോ? വൈഷ്ണവിന്റെ തലക്ക് 6 സ്റ്റിച്ച് ഉണ്ടാവുന്ന വിധത്തിൽ മുറിവ് പറ്റിയത് അതും കടന്നൽ വന്ന് കുത്തിയതാണെന്ന് പറയോ? ഇനി പറയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആയുധം കൊണ്ട് പരിക്ക് പറ്റിയ ഒറ്റ ഒരാളേ ഉള്ളൂ, അത് വൈഷ്ണവാണ്. അപ്പൊ ആയുധം എടുത്തിട്ട് വന്നതെന്താ? പിന്നെ അദ്ദേഹം പറഞ്ഞു 307 കേസ് എടുത്തു. ആയുധം കൊണ്ട് പരിക്ക് പറ്റിച്ചാൽ, തലക്ക് പരിക്ക് പറ്റിച്ചാൽ സ്വാഭാവികമായിട്ട് കേസ് എടുക്കുമല്ലോ. MSFകാർക്ക് അങ്ങനെ ആയുധമേറ്റ് പരിക്ക് എവിടെയും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അത് അവര് പറയുന്നല്ലേ, അത് ആക്രമിച്ചവര് പറയുന്നല്ലേ. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ടല്ലോ ആക്രമിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ? അത് വീഡിയോ ദൃശ്യമുണ്ട്. ആ വീഡിയോ ദൃശ്യത്തിൽ ആക്രമിക്കുന്ന ആളുമുണ്ട്, ആ തലക്ക് ആക്രമിക്കപ്പെടുന്ന ദൃശ്യം കൃത്യമായിട്ടുണ്ടല്ലോ. പോലീസ് അല്ലല്ലോ, ഞാൻ കണ്ടതാണ്. നിങ്ങളും കണ്ടിട്ടുണ്ടോ? കണ്ടതിനേക്കാൾ കൂടുതൽ പറയുന്നതിന് വിശ്വാസ്യത ഉണ്ടാകാൻ പാടില്ലല്ലോ. ശരി, താങ്ക് യു.